കഴിഞ്ഞ 3 മാസമായി ഓൺലൈനായും നേരിട്ടും നടന്ന സംഭാഷണങ്ങളിൽ റഷ്യൻ അധികൃതർ അമേരിക്കൻ പ്രതിനിധികളുമായി ഉപാധികളെ സംബന്ധിച്ച് വിശദീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ നേരത്തെ യുക്രൈനും യുഎസിനും നാറ്റോയ്ക്ക് മുന്നിൽ വിവിധ ഉപാധികൾ വെച്ചിരുന്നു. ഇത്തവണയും സമാനമായ ആവശ്യങ്ങൾ തന്നെയാണ് യുഎസിനെ അറിയിച്ചതെന്നാണ് സൂചന. യുക്രൈന് നാറ്റോ അംഗത്വം നൽകരുത്, യുക്രൈനിൽ വിദേശ സൈന്യത്തെ വിന്യസിക്കരുതെന്നും കൈമ്രിയ അടക്കം 4 പ്രവിശ്യകൾ തങ്ങളുടേതാണെന്ന് അംഗീകരിക്കണമെന്നുള്ള ആവശ്യങ്ങളാണ് ഉപാധികളിൽ നേരത്തെ റഷ്യ മുന്നോട്ട് വെച്ചത്. അതേസമയം യുക്രൈനുമായി വെടിനിർത്തലിന് റഷ്യ തയ്യാറായില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ യുഎസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാണെന്ന് യുക്രൈൻ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം റഷ്യയ്ക്കാണെന്നും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി റഷ്യയിലേക്ക് പ്രതിനിധികളെ അയക്കുമെന്നും ട്രംപ് പറഞ്ഞു. സാമ്പത്തികമായി ബാധിക്കുന്ന നടപടികൾ റഷ്യ കൈക്കൊള്ളേണ്ടി വരും. നടപടികൾ റഷ്യയ്ക്ക് വിനാശകരമായിരിക്കും. സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കാന ന്യൂസ്.